ആവേശമത്സരവേളയായി ആപാത ചൂടമണിഞ്ഞൊരുങ്ങി അമ്മു അണിയറക്കുള്ളിലെത്തി. ആശാനിടയ്ക്കിടെ വന്നുപോയി അമ്മ വിയർത്തു വിശറി വീശി. എത്ര നാളായുള്ള കാത്തിരിപ്പാണ്, എത്ര കടുത്ത പ്രയത്നമാണ്. വിദ്യാലയത്തിനും നാട്ടുകാർക്കും അമ്മയ്ക്കും എന്തൊരു വാശിയാണ്. പേരു വിളിച്ചു ഉടൽ വിറച്ചു, സർവേശ്വരന്മാരെയും നനച്ചു. അമ്മു അരങ്ങിൽ കടന്നു ചെന്നു, എല്ലാം മറന്നവൾ നൃത്തമാടി. എല്ലാവരും ചേർന്ന് കൈയടിച്ചു, അമ്മയും അച്ഛനും വീർപ്പയച്ചു. പിന്നെ അവൾ വന്നു വിശ്രമിച്ചു, എങ്കിലും ഉള്ളിൽ പരിഭ്രമിച്ചു. അമ്മുവും അമ്മയും വീട്ടുകാരും തിങ്ങുമുത്കണ്ഠയിൽ വെമ്പി നിന്നു. റിസൾട്ട് വരുമല്ലോ. ഏറെ കഴിഞ്ഞില്ല, മൈക്കിൽ നിന്നും പാറി വിജയിതൻ നാമധേയം. അമ്മുവല്ലെന്നത് അറിഞ്ഞ നേരം അമ്മയാണ് ആദ്യം തളർന്നു വീണു. പിന്നെ മടങ്ങി ഹതാശരായി, തമ്മിൽ ഒരക്ഷരം മിണ്ടിടാതെ. രാവു മറഞ്ഞു, പകൽ വിരിഞ്ഞു, ആരോ മരിച്ച പോൽ വീടുറങ്ങി. മധ്യാഹ്നമായി, പിന്നെ സന്ധ്യയായി, ഒറ്റക്കെണീറ്റു നടന്നാളമ്മു. പിറ്റേന്ന് രാത്രിയായപ്പോ സമ്മാനം കിട്ടാത്ത അമ്മു ഒറ്റക്കെഴുന്നേറ്റ് നടക്കുന്നു. വെള്ളിച്ചിലങ്ക അരമണിയും കള്ളിമുൾക്കാട്ടിലേക്ക് ഓങ്ങി നിന്നു. തന്റെ ചിലങ്കയും അരമണികളും കള്ളിമുൾക്കാട്ടിലേക്ക് വലിച്ചെറിയാൻ ഓങ്ങി നിന്നു. ദൂരെ മഴക്കോളുരുണ്ടിരുന്നു. പെട്ടെന്നു പാടവരമ്പിലപ്പോൾ ഒറ്റക്കൊരാൺമയിൽ പീലി നീർത്തി. ആളിൽ അനക്കമില്ല, ആരുമില്ല, ആർപ്പില്ല, കയ്യടി മേളമില്ല. ആത്മാവിനുൾക്കടമായൊരേതോ ആവശ്യമെന്ന പോലാ നടനം. സമ്മാനമില്ല, സംഘർഷമില്ല, ഉന്മത വിസ്മയമാം വിലാസം. എല്ലാം മറന്നമ്മു നിന്നുപോയി, ഉള്ളിൽ ചിരിച്ചു തിരിച്ചുപോയി. ഉള്ളിൽ ചിരിച്ചു തിരിച്ചുപോയി. ഇന്നിവിടത്തെ കൈകൊട്ടിക്കളിയിൽ സമ്മാനം കിട്ടിയവരും കിട്ടാത്തവരും ഉന്മത വിസ്മയമാം വിലാസം. എല്ലാവരും ആത്മാവിന് ഉൾക്കടമായൊരേതോ ആവശ്യമെന്ന പോലുള്ള നടനം അവതരിപ്പിക്കണം. സമ്മാനം കിട്ടിയവരും കിട്ടാത്തവരും ഉള്ളിൽ ചിരിച്ച് തിരിച്ചു പോകണം. കല എന്തിനാണ്? കല പരഹിതമാണ്, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കണം. അല്ലാതെ